എടാ സുധാകര, നിന്റെ മോടെ കല്യാണമായിട്ടും നീ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസും കളിച്ച് നടക്കുവാണോടാ? എന്റെ അമ്മാവാ, ഞാൻ സിനിമാറ്റിക് കളിക്കുമല്ല. ടെൻഷൻ കാരണം എന്റെ കൈയും കാലും വിറയ്ക്കുന്നതാ. രാവിലെ 2 എണ്ണം അടിക്കുകയാണെങ്കിൽ ആ വിറയിലൊക്കെ അവിടെ നിൽക്കും. കിളവൻ എന്റെ വായിന്ന് കേൾക്കും. എന്റെ വായി നല്ല പച്ച തെറിയാ വരുന്നത്. വരുന്ന കാര്യം ഒന്നും നീ പറയണ്ട. നീ വിളിച്ചവരാരും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ കുരവയിടുന്ന പെണ്ണുങ്ങളോ? അവര് കൊരവയിട്ട് കൊരവള്ളിയും പൊട്ടി കാറിക്കൊണ്ടോടി. അതിന് സാക്ഷിയായി ഞാൻ. സാക്ഷിക്ക് എന്താ കൊമ്പുണ്ടോ? അവരെങ്ങനെയും പിടിച്ച് നിർത്താമായിരുന്നില്ലേ? പണ്ടൊരുത്തിയെ പിടിച്ചെന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അന്നേരം എന്തിനാ പിടിക്കാൻ പോയത്? കേറി അങ്ങ് പേര് വിളിക്കാൻ മേലായിരുന്നോ? അവളുടെ പേരറിയാൻ മേലായിരുന്നേ. അതുകൊണ്ടാ കേറി പിടിച്ചത്. എന്റെ അമ്മാവൻ ഇങ്ങനെ എന്ന് നാട്ടുകാരുടെ തല്ലുകൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? നിന്നോടാരാടാ പറഞ്ഞത് നാട്ടുകാരെ അതിന്റെ തല്ലിയതെന്ന്? ഇല്ലവനെ പറഞ്ഞാലോണ്ടല്ലോ അടിച്ച കാരണം ഞാൻ പൊട്ടിക്കും. ജടാ പുറത്തുനിന്ന് ആള് വന്നാ എന്നെ തല്ലിയത്. പുറത്തുനിന്ന് ആള് വന്നാ തല്ലിയത്? അതേടാ, കൊട്ടേഷൻ. ഇപ്പം അതാണല്ലോ ഒരു ഫാഷൻ. അതുകൊണ്ട് ഇപ്പൊ റേഷൻ കടയിൽ പോലും പോവാറില്ല. അതെന്തായാലും നന്നായി. പിന്നെ ഈ വേഷം അത് കല്യാണമായത് കൊണ്ടിട്ടതാ. വിഷം വല്ലോ ഇരിപ്പോണ്ടോടെ ഒന്ന് പെരിപ്പിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കാവോ? ഇവിടെ ചിട്ടിക്കാരിക്ക് വട്ടിപ്പലിശ കൊടുക്കാൻ പോലും കാശില്ല. അന്നേരവാ അവരിനി എപ്പോഴാ ഇങ്ങോട്ട് കയറി വരുന്ന ആർക്കറിയാം. അയ്യോ, ചിട്ടിക്കാരി നീലാംബരി. സുധാകര, എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. എന്റെ പലിശയും മുതലും ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല. എന്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ മുടക്കിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ മുടക്കിയിരിക്കും. നീലാംബരി, പണം തരാമെന്ന് പറഞ്ഞവൻ വാക്ക് മാറി. പൈസ ഞാൻ എങ്ങനെയും തന്നു തീർത്തോളാം. ഈ കല്യാണം ദയവേത് മുടക്കരുത്. ഇപ്പൊ നീ പോ. இந்த நீலாம்பரி ஒன்னு நினைச்சா அது அடையாம விட மாட்டேன். Just a minute. இதை பாரு, பொம்பளையான பொறுமை வேணும், அவசரப்படக்கூடாது, அடக்கம் வேணும், ஆத்திரப்படக்கூடாது, அமைதி வேணும், அதிகாரம் பண்ணக்கூடாது, கட்டிப்பாடு வேணும், இப்படி கத்தக்கூடாது, பயபக்தியா இருக்கணும், சும்மா பஜார்த்தம் பண்ணக்கூடாது. மொத்தத்தில் பொம்பளையா இருக்கணும். வயசானாலும் ஓ ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. தங்கு கூடவே பிறந்தது என்னைக்கும் போகாது. இந்த கல்யாணம் எப்படி நடத்தணும்னு எனக்கு தான் தெரியும். தெரியும்? കല്യാണ വീട്ടിൽ തെറിയല്ല വേണ്ടത്, കറിയാ. யாருது? അയ്യോ, ഇത് ഞങ്ങളുടെ അമ്മാവനാ. இத பாரு, இனி இந்த இடத்துல உன்னை பார்த்த அதே இடத்துல குழி தோண்டி புதைச்சிடுவேன். போடா. കറിയായോ? சும்மா பாரு இந்த கல்யாணத்தை எப்படி கலக்குறேன். சும்மா தெருவுக்கு தெருவு, வாசலுக்கு வாசல், கதவுக்கு கதவு, தோரணம் கட்டி தூள் பண்ணுங்க. அந்த மாதிரி கல்யாணம் நடத்திடுவா இந்த படையப்பா. അരുമயான പയ്യ, യാർക്കിട്ട് എന്നെ പേசுறது? ഞാൻ വന്ന ഓട്ടോയുടെ ഡ്രൈവർ എന്റെ ഒരു പഴയ കളിക്കൂട്ടുകാരന്. അവനോടാ പറഞ്ഞത് തോമസ് കുട്ടി വിട്ടോടാന്ന്. இந்த இடத்துல உங்களுக்கு என்ன வேலை சொல்லு? വേലക്കാരനല്ല, ഞാൻ ഈ വീട്ടിലെ കാര്യസ്ഥൻ. அதுக்கு இப்ப என்ன வேணும்? ഈ കല്യാണത്തിന് എന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ? കണ്ണാ, அதுக்கு நீ என்ன செய்ய போற? അതെ, ഞാൻ ഈ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. அப்படியா? ലത് ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ കൂട്ടിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഇത് ഹമ്മിങ്. സംഭവം സംഗതിയൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ.
கண்டுபிடிச்சீங்கன்னா இந்த நீலாம்பரி யாருன்னு உனக்கு இப்பவே தெரியும். இவ என் ரோபோ. நான் சொல்லிட்டா அவ என்ன வேணாலும் செய்வ. கிட்டடா அந்த தாலிய. റോബോട്ടിന്റെ ചാർജ് തീർന്നെന്നാ തോന്നുന്നത്. ശാസ്ത്രം എത്ര കണ്ട് വളർന്നാലും ഒപ്പം ഇലക്ട്രിസിറ്റി ബോർഡും വളരണം. ഇല്ലെങ്കിൽ ശാസ്ത്രം തളർന്നു പോകും. റോബോട്ട്